പ്രിയമുള്ള സഹോദരിമാരെ, കുട്ടികളെ, വേദിയിലുള്ള ശ്രീ ഉണ്ണി വയറിയർ അടക്കം വേദിയിലുള്ള നേതാക്കളെ, പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ സന്ദേശം എന്താണ് എന്ന് നിങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഈ ആവേശവും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണിക്കുന്ന ഇപ്പോഴേ തന്നെ നിങ്ങൾ കാണിക്കുന്ന താല്പര്യവും അത് വളരെ വ്യക്തമാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. നിങ്ങളോട് ആത്മഗർഭമായി വളരെയധികം നല്ല നിലയിൽ നിങ്ങളോട് സംസാരിക്കും. സരസമായി അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മാത്രമല്ല, ബഹുമാന്യ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹവും ഇതുവഴി വരും എന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പിലെ വിശേഷവും അതന്നെ. ഉമ്മൻചാണ്ടിയുടെ കാലം നല്ല കാലം, മാവേലി വാണിടും കാലം നല്ല കാലം എന്ന് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി വാണിടും കാലം നല്ല കാലമായിരുന്നു കേരളത്തിൽ. ഇപ്പോ ഒക്കെ അങ്ങ് നേരാക്കാം എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോ മര്യാദക്ക് കുട്ടികളുടെ ഒരു പരീക്ഷ നടത്തിയാൽ മതിയായിരുന്നു, വേറെ ഒന്നും വേണ്ടായിരുന്നു എന്നാണ് അടുത്ത ഗവൺമെന്റ് ഒരു വർഷം അങ്ങനെ കളഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യം പറയണ്ട. കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ വർഗീയത പ്രവർത്തിക്കുന്നു, വർഗീയത നടപ്പിലാക്കുന്നു, വർഗീയത സംസാരിക്കുന്നു, ആളുകളെ തമ്മിൽ വേർതിരിക്കുന്നു. നമ്മൾ ബ്രിട്ടീഷുകാരെ പറ്റി പണ്ട് പറയാറില്ലേ, ഇവിടെ അവര് ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ച് ഭരിക്കുക എന്നുള്ള പോളിസി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ ഒന്നിച്ചു പോകണമെന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ, അന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസ് പറഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരെടുത്ത തന്ത്രം അവരെ തമ്മിലടിപ്പിക്കാൻ നോക്കുക. അതേ തന്ത്രമാണ് നരേന്ദ്രമോദി BJP ഇപ്പൊ എടുക്കുന്നത്. UP പോയി തമ്മിലടിപ്പിക്കും. ന്യൂനപക്ഷങ്ങൾക്ക് ഒരൊറ്റ സീറ്റും കൊടുക്കാതെ അവരങ്ങ് അപമാനിക്കും. ഇപ്പൊ വന്ന് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, ഇന്ന വസ്ത്രം ഇടാൻ പാടുള്ളൂ, ഒന്നും പറയണ്ട. രാജ്യത്തെ തട്ടാതെ മുട്ടാതെ കൊണ്ടു നടന്ന കോൺഗ്രസും അതിന്റെ കൂടെയുള്ള കക്ഷികളും ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി വിപരീതമായി നാടിനെ വിഭജിച്ച് വിഭാഗീയമാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം നമുക്കറിയാം. സ്വാതന്ത്ര്യം കിട്ടി ദശകങ്ങൾ എത്ര കഴിഞ്ഞു. ഇവിടെ വ്യക്തി നിയമമുണ്ട്, പേഴ്സണൽ ലോ, ശരി, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇതെല്ലാം തല കീഴായി മറിക്കാൻ വേണ്ടി BJP